ഡിങ്ക് അതായത് ഡ്യുവൽ ഇൻകം നോ കിഡ്സ് എന്ന ജീവിതശൈലി യുവ ദമ്പതികൾക്കിടയിൽ അതിവേഗം പ്രചാരം നേടുന്ന ഒരു സാമൂഹിക പ്രവണതയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് ഇന്ത്യ ഉൾപ്പെടെ ലോകമെമ്പാടും പടർന്നു പിടിക്കുന്ന ഒരു പ്രതിഭാസമാണ്. എന്നാൽ ഈ ജീവിത രീതിക്ക് ഭാവിയിൽ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടനയെ തന്നെ തകർക്കാൻ സാധ്യതയുണ്ട് എന്ന ആശങ്കകൾ വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയിൽ ഡിങ്ക് ജീവിതശൈലിക്ക് വലിയ പ്രസക്തി ഇല്ല എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഈ ഡിങ്ക് ജീവിതശൈലിക്ക് പ്രചാരം ലഭിക്കുന്നത് പ്രധാനമായും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ്. ടിക്ടോക്ക്, ഫേസ്ബുക്ക് തുടങ്ങിയ സൈറ്റുകളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന വീഡിയോകളിലൂടെ കുട്ടികളില്ലാത്ത ദമ്പതികളുടെ ആഡംബരപൂർണവും ഉത്തരവാദിത്തങ്ങളില്ലാത്തതുമായ ജീവിതം മഹത്വവൽക്കരിക്കപ്പെടുന്നു. അത്തരം പ്ലാറ്റ്ഫോമുകളിൽ തങ്ങളുടെ ഡിങ്ക് വ്ലോഗുകൾ പങ്കുവച്ച് വലിയൊരു കൂട്ടം അനുയായികളെ നേടിയെടുത്തിട്ടുള്ള യുവ ദമ്പതികളുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഇത്തരം ജീവിത രീതികളുടെ മഹത്വവൽക്കരണം ഡിങ്ക് ആശയങ്ങളിലേക്ക് ദമ്പതികളെ ആകർഷിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. ഡിങ്ക് ജീവിതശൈലി ഇന്ത്യയിലും ലോകമെമ്പാടും അതിവേഗം പ്രചാരം നേടുന്നത് സമൂഹത്തിന്റെ സാമൂഹിക ഘടനയ്ക്ക് സമീപ ഭാവിയിൽ തന്നെ ഭീഷണിയാകാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ഇന്ത്യയിൽ പണ്ട് മുതലേ കൂട്ടുകുടുംബ വ്യവസ്ഥിതിക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ 4-5 ദശകങ്ങളായി ഈ പരമ്പരാഗത കൂട്ടുകുടുംബ വ്യവസ്ഥിതിക്ക് വലിയ തിരിച്ചടി നേരിട്ടു. ഭൂരിഭാഗം വിദ്യാസമ്പന്നരായ യുവ ദമ്പതികളും പുതിയ ജോലികൾ തേടിയും കൂടുതൽ വരുമാനം നേടുന്നതിനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് മാറി അണുകുടുംബങ്ങളിലേക്ക് ചേക്കേറി. ഈ പ്രക്രിയയിൽ വീട്ടിൽ തനിച്ചിരുന്ന വൃദ്ധരായ മാതാപിതാക്കൾക്ക് വൈകാരികവും സാമൂഹികവുമായ തിരിച്ചടികൾ നേരിട്ടു. ഇപ്പോൾ ഈ അണുകുടുംബ വ്യവസ്ഥ വീണ്ടും ഒരു വലിയ അപകടത്തിന്റെ വക്കിലാണ്. ഡിങ്ക് ജീവിതശൈലി പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രമല്ല ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യങ്ങളിലും യുവദമ്പതികളുടെ ഭാവനകളെ അതിവേഗം കീഴ്പ്പെടുത്തുകയാണ്. കുട്ടികളില്ലാത്ത, സാമ്പത്തിക ഭാരങ്ങളില്ലാത്ത, ഇരട്ട വരുമാനമുള്ള ജീവിതം ആകർഷകമാണ് എന്ന് തോന്നുന്നതുകൊണ്ട് കൂടുതൽ യുവദമ്പതികൾ കുട്ടികളില്ലാത്ത ജീവിതം തിരഞ്ഞെടുക്കുന്നു. ഈ ജീവിതശൈലി തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ ദമ്പതികൾ സാമ്പത്തികവും സാമൂഹികവുമായ നിരവധി ന്യായീകരണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സാമ്പത്തിക കാരണങ്ങളിൽ പ്രധാനം തങ്ങളുടെ കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരട്ട വരുമാനം നേടാനും അതുവഴി സാമ്പത്തിക പരിമിതികളില്ലാത്ത തങ്ങൾക്കിഷ്ടമുള്ള ജീവിതം ആസ്വദിക്കാനും കഴിയുന്നു എന്നതാണ്. ഈ ജീവിതശൈലിയുടെ പ്രചാരകരുടെ അഭിപ്രായത്തിൽ കുട്ടികളുള്ള ദമ്പതികളെക്കാൾ കൂടുതൽ ചിലവഴിക്കാവുന്ന വരുമാനം ഇവർക്കുണ്ട്. ഇത് അവർക്ക് ഇഷ്ടമുള്ള ആഡംബര വസ്തുക്കൾ വാങ്ങാനും സ്വാതന്ത്ര്യത്തോടെ ആഡംബര ജീവിതം നയിക്കാനും കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്നു. സാമൂഹിക തലത്തിൽ ഡിങ്ക് ദമ്പതികളുടെ അഭിപ്രായത്തിൽ കുട്ടികളെ വളർത്തുന്നതിൻ്റെ ഭാരം ഇല്ലാത്തതിനാൽ തങ്ങളുടെ ജോലി, ഹോബികൾ, യാത്രാ താല്പര്യങ്ങൾ എന്നിവ പിന്തുടരുന്നതിന് എവിടെ വേണമെങ്കിലും മാറാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കുട്ടികളുടെ പരിചരണത്തിൻ്റെയും ഉത്തരവാദിത്തങ്ങളുടെയും ഭാരമില്ലാത്തതിനാൽ മാതാപിതാക്കളാകുന്നതിൻ്റെ സമ്മർദ്ദത്തിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അവർക്ക് സ്വാതന്ത്ര്യം അനുഭവപ്പെടുന്നു. കുട്ടികളില്ലാതെ തങ്ങളുടെ വ്യക്തിപരമായ ബന്ധത്തിൽ കൂടുതൽ സമയവും ഊർജവും നിക്ഷേപിക്കാൻ കഴിയുന്നുവെന്നും ഈ ദമ്പതികൾക്ക് തോന്നുന്നു. എന്നാൽ ഈ ദമ്പതികളുടെ വാദങ്ങൾക്ക് ഇന്ത്യൻ സമൂഹത്തിൽ അല്ലെങ്കിൽ മറ്റേതൊരു സമൂഹത്തിലും വലിയ പ്രസക്തിയില്ല. പ്രത്യുൽപാദനം പ്രകൃതി നിയമമാണ്. ഇത് മനുഷ്യർക്കും മറ്റ് ജീവികൾക്കും ഒരുപോലെ ബാധകമാണ്. പ്രത്യുൽപാദനം ഇല്ലാതെ ഒരു സമൂഹത്തിനും ദീർഘകാലം നിലനിൽക്കാൻ കഴിയില്ല. അത് മനുഷ്യരായാലും മറ്റുള്ളവരായാലും വംശനാശ ഭീഷണി നേരിടേണ്ടി വരും. പാശ്ചാത്യ സമൂഹങ്ങളിൽ ഇപ്പോൾ ഇത് പ്രകടമാണ്. പാശ്ചാത്യ ലോകത്തിലെ പല രാജ്യങ്ങളും വർദ്ധിച്ചു വരുന്ന പ്രായമായ ജനസംഖ്യയും കുറഞ്ഞു വരുന്ന യുവജനസംഖ്യയും നേരിടുന്നുണ്ട്. ഇത് അവർക്കൊരു വലിയ ആശങ്കയാണ്. അവർ ഈ പ്രശ്നം അതീവ ഗൗരവത്തോടെ അഭിസംബോധന ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും വലിയ വിജയമില്ല. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയിൽ ഡിങ്ക് ജീവിതശൈലിക്ക് വലിയ പ്രസക്തിയില്ല. കുട്ടികൾ നമ്മുടെ കുടുംബ വ്യവസ്ഥിതിയുടെ അഭിവാജ്യ ഘടകമാണ്. കുട്ടികളുടെ സാന്നിധ്യം മാതാപിതാക്കൾക്ക് മാത്രമല്ല മുത്തശ്ശിമാർക്കും ബന്ധുക്കൾക്കും പോലും സന്തോഷം നൽകുന്നു. സാധാരണയായി ആളുകൾക്ക് ഭാവിയിലേക്ക് ഒരുപാട് ചിന്തിക്കാൻ കഴിവില്ല. പക്ഷേ ഭാവിയിലേക്ക് ചിന്തിക്കാനും ആസൂത്രണം ചെയ്യാനും ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയാണ് കുട്ടികൾ എന്ന് ഫൈനൽ മൈൽ കൺസൾട്ടിങ്ങിൻ്റെ സിഇഒയും ബിഹേവിയറൽ സയൻസ് വിദഗ്ധനുമായ ബിജു ഡൊമിനിക് പറയുന്നു. കുടുംബത്തിലെ കുട്ടികൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനും കഠിനാധ്വാനം ചെയ്യാനും ഒരാളെ പ്രേരിപ്പിക്കുന്നു. ഡിങ്ക് ജീവിതശൈലിയുടെ ഒരു ഉപവിഭാഗമായ ഡിങ്ക് വാർഡ്, അതായത് ഡബിൾ ഇൻകം നോ കിഡ്സ് വിത്ത് എ ഡോഗ്, ഇന്ന് വളർന്നു വരുന്ന മറ്റൊരു പ്രവണതയാണ്. ബാംഗ്ലൂരിലെ PR അക്കൗണ്ട് മാനേജറായ രാഖി തുഷീർ തൻ്റെ 4 നായകളോടൊപ്പമുള്ള ജീവിതത്തിൽ പൂർണ്ണ സംതൃപ്തി അനുഭവിക്കുന്നു. സമൂഹം പറയുന്നത് പോലെ കുട്ടികളില്ലാത്തതിൻ്റെ അപൂർണത എനിക്ക് തോന്നിയിട്ടില്ല. കുട്ടികൾ ഉണ്ടാകുക എന്നതൊരു സ്ത്രീയുടെ ഏക ലക്ഷ്യമോ കടമയോ അല്ല എന്ന് രാഖി പറയുന്നു.
ഭാവിയിൽ കുട്ടികളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം കൂടുതൽ മൃഗങ്ങളെ ദത്തെടുക്കാനും അവയെ സംരക്ഷിക്കാനുമാണ് തന്റെ പദ്ധതിയെന്നും അവർ വ്യക്തമാക്കി. ബാംഗ്ലൂരിലെ സീനിയർ കൺസൾട്ടന്റ് അനുരാഗ് കുമാർ സാങ്കൃതിയായാൻ തന്റെ ഡിങ്ക് ജീവിതശൈലിയെ ജിങ്ക്, അതായത് ഗ്രീൻ ഇൻക്ലിനേഷൻ നോ കിഡ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. നമ്മുടെ ഗ്രഹത്തിലെ വിഭവങ്ങൾ ജനസംഖ്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമാണോ എന്ന് തനിക്ക് സംശയമുണ്ടെന്നും കാലാവസ്ഥാ വ്യതിയാനവും വിഭവ ദൗർബല്യവും കാരണം തൻ്റെ കുട്ടികൾ കഷ്ടപ്പെടേണ്ടി വരുമോ എന്ന ഭയമുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ശാരീരിക വൈകല്യമുള്ള ദമ്പതികളായ അനുരാഗും പങ്കാളിയും തൻ്റെ ഇരട്ട വരുമാനം ഉപയോഗിച്ച് സുഷുമ്നാ നാഡിക്ക് പരിക്കേറ്റവരെ സഹായിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധരാണ്. ഇന്ത്യയിൽ ജനസംഖ്യാ വർധനവ് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണെന്ന വസ്തുത നിഷേധിക്കുന്നില്ല. പക്ഷേ അത് ഡിങ്ക് ജീവിതശൈലി സ്വീകരിക്കുന്നതിലൂടെ ആകരുത്. ഡിങ്ക് ജീവിത രീതി യുവദമ്പതികൾക്ക് അവരുടെ വിവാഹ ജീവിതത്തിന്റെ പ്രാരംഭഘട്ടങ്ങളിൽ പിന്തുടരാം. പക്ഷെ അത്തരം ജീവിതശൈലിക്ക് അവർ ഒരു സമയപരിധി നിശ്ചയിക്കണം. കുട്ടികളില്ലാതെ വാർദ്ധക്യത്തിൽ ജീവിതം വേദനാജനകമാകും. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് മാത്രമല്ല ഏതൊരു സമൂഹത്തിലും മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകളിലേക്ക് നയിക്കും. യുവജന സംഖ്യയുടെ അഭാവത്തിൽ സാമൂഹികവും സാമ്പത്തികവുമായ വികസനം നിലയ്ക്കും. ചുരുക്കത്തിൽ ഡിങ്ക് ജീവിതശൈലി വ്യക്തിഗത സ്വാതന്ത്ര്യത്തിൻ്റെയും സാമ്പത്തിക സുരക്ഷിതത്വത്തിൻ്റെയും ആഘോഷമായി ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ സാമൂഹിക ഘടനയ്ക്കും കുടുംബ വ്യവസ്ഥയ്ക്കും ഭീഷണിയാകുമോ എന്ന ആശങ്ക മറ്റൊരു വശത്തുണ്ട്. ഇന്ത്യൻ സമൂഹത്തിൽ കുട്ടികൾ കുടുംബത്തിന്റെ അനുഗ്രഹമായി കണക്കാക്കപ്പെടുന്നു. അവരെ വളർത്തുന്നത് ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണ്. ഡിങ്ക് ജീവിതശൈലി തിരഞ്ഞെടുക്കുന്നവർക്ക് അവരുടെ അവകാശങ്ങൾ ഉണ്ടെങ്കിലും ഈ തീരുമാനത്തിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട്.